ബാലാമണി പറയുന്നത് കേട്ടൊന്നും മോള് വിഷമിക്കൊന്നും വേണ്ട. അയ്യോ അതൊന്നും കുഴപ്പമില്ല അച്ഛാ, അപ്പച്ചി എനിക്ക് അറിയാലോ. അവനെ മോളെ, ഈ അമ്പിളി ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചോണ്ടാ ഈ കേബിൾ ബിസിനസ്സിൽ അവൻ രക്ഷപ്പെടാതെ പോയത്. പക്ഷേ മോടെ വഴിയാ ശരി, മനസ്സിലായോ? അതുകൊണ്ട് മോളെ പറ്റി അച്ഛൻ ഇപ്പൊ അഭിമാനമൊക്കെ തോന്നി തുടങ്ങി. മുന്നോട്ട് അതുപോലെ പൊക്കോട്ടെ. ഇതുപോലെ കൂടെ പൊക്കോണ്ടാ മതി കേട്ടോ. അല്ല, എന്താ മോടെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല, അതിപ്പോ ഒന്നുമില്ല. ഒന്നുമില്ല, ശരി. അറിയാം ഷാഹിനോടെ കാത്തുണ്ടാവുന്നു. ഓ വണ്ടിയെ എല്ലാ പണിയും തീർത്തിട്ടുണ്ട്, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. നാളെ തൊട്ടിക്ക് പഠിക്കാൻ തുടങ്ങി കേട്ടോ. എന്താ പഠിക്കാൻ? അച്ഛാ, ഞാനേ വണ്ടി ഓടിക്കാൻ പഠിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ എവിടെയെങ്കിലും പോണെങ്കിലും മാമ അല്ലെങ്കിൽ മനോഹരേട്ടനെ വിളിക്കണ്ടേ? ഇതാകുമ്പോ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പോവാലോ. അതേതായാലും നന്നായി. മോളെ ലൈസൻസ് എടുക്കണ്ടായോ? ആ ലൈസൻസ് എടുക്കണം അച്ഛാ. ആദ്യം ഇത് എങ്ങനെങ്കിലും ഒന്ന് ഉരുട്ടാൻ പഠിക്കട്ടെ, പിന്നെ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് ചേരാം, അവിടുത്തെ ലൈസൻസ് എടുക്കാലോ. ലൈസൻസ് ഒന്നും കിട്ടാ പഴയ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, വരാപ്പെട്ട ആകെ പെട്ടെന്ന് ശരിയായിക്കോളൂ. നമുക്ക് തുടങ്ങാം. ഞാനൊന്ന് അപ്പുണിയെ കണ്ടിട്ട് വരാം. അതൊക്കെ പിന്നെ കാണാം, ഇപ്പൊ നമുക്ക് തുടങ്ങി വെക്കാം. ഒരു 10 മിനിറ്റ് ഇപ്പൊ വരാന്ന്. അതെ, ഒന്നോട് നിന്നേ. എന്തേ? അതെ, ഈ വണ്ടി നന്നാക്കിന്റെ ബാക്കി പൈസ എവിടെ? ബാക്കി പൈസ എവിടെയെന്ന്? ചിരിക്കാനല്ല, പൈസ എവിടെയെന്ന്. അതുപോലെ ഞാൻ മോക്ക് ഓടിക്കാൻ വേണ്ടി വണ്ടി നന്നാക്കാൻ കൊണ്ടു കൊടുത്തല്ലോ വർക്ക്ഷോപ്പില്. അവിടുന്ന് നന്നാക്കി കിട്ടിയല്ലോ. ഞാൻ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് എന്റെ മുന്നിൽ ഒരു വൃദ്ധ അവശത കൊണ്ട് ഇങ്ങനെ താങ്ങി നിൽക്കുന്ന ഒരു മരത്തുമ്മല്. സങ്കടം തോന്നി. ഇപ്പൊ 10-65 വയസ്സ് പ്രായം ഉണ്ടാവും. യാചകയാണ്. ഞാനത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു, അവക്കാഡോ ഷേക്കും വാങ്ങിക്കൊടുത്തു. നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യണ്ടേ എപ്പോഴും. പൈസ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അവക്കാണോ ഇവക്കാണോന്നേ ഈ വയറെണ്ണ മനസ്സിലാവുണ്ട് എനിക്ക്. എനിക്കല്ല, അവക്ക് വാങ്ങിക്കൊടുത്താ അതെ പാവുണ്ടാവും. അപ്പുണ്ണിയേ, ഞാൻ വൈകിപ്പോയ പുണ്ണി. നമുക്കള് പഠിക്ക്. അതെ, പഠിച്ചു കഴിയേ അച്ഛനെ ഇതിനകത്ത് കയറ്റി എവിടെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുപോണേ. ഓ, കൊണ്ടുപോവാ. ശരി, എന്താ നമ്പർ ഇത് കിട്ടുന്ന നമ്പറാണല്ലോ. ഇയാളെനിക്ക് എന്ത് മെസ്സേജ് അയക്കാൻ? ഇയാളിതൊന്നും എനിക്ക് അയക്കണേ. സാധനം എടുത്ത് നീ ഇവിടെ നില്ലേ, ഞാൻ പോയിട്ട് വരാം. ഞാനും വരാം. നീ വരണ്ടെന്ന്. അല്ല മലയാളി, ഈ ഷാഹിനെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരാ, അകത്തേക്ക് പോകണം. എടാ, ഒരു 10 ലക്ഷം രൂപ കിട്ടാനുള്ള വീടായത്. അതുകൊണ്ട് എനിക്ക് കയറി ചെല്ലാനുള്ള അധികാരവും ഉണ്ട്. നീ ഇവിടെ നില്ലേ, ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. ഹലോ, വീട്ടുകാരെ മിസ്സസ് അമ്പിളിക്കുട്ട. കിട്ടനാ കിട്ടൻ. നമസ്കാരം. മിസ്സസ് അമ്പിളിക്കുട്ടൻ എന്ന് വിളിക്കാവോ? എന്തിനാ മിസ്സസ് അമ്പിളിക്കുട്ടനെ വിളിക്കുന്നത്? പലിശയുടെ കാര്യത്തിലല്ലോ? അല്ലല്ല,
എന്റെ കമ്പനിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാ. തന്റെ കമ്പനിയുടെ കാര്യം താൻ തന്റെ കമ്പനിയിൽ പോയല്ലേ പറയേണ്ടത്, ഇവിടെ വന്നാ പറയേണ്ടത്? അല്ല, ഇവിടെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പ്ലീസ് അച്ഛാ, മിസ് അമ്പിളിക്കുട്ടനെ ഒന്ന് വിളിക്കും. ഷാഹിന മോളെ ഇതാണ്ട് ബ്ലേഡ് കിട്ടാൻ വന്നിരിക്കുന്നു. പുത്തൻ പറിക്കൽ മക്കളെ പുത്തൻ പറിക്കൽ ബ്ലേഡ് കിട്ടാൻ വന്നിരിക്കുന്നു. ഷാഹിന മോളെ ഇങ്ങോട്ട് വാ. എന്താ അച്ഛാ? മോളോട് എന്താ പറയാനുണ്ടെന്ന്? എന്താ? അതെ, എല്ലാ സാമ്പത്തിക വർഷവും എന്റെ പലിശ കമ്പനി ഒരു നറുക്കെടുപ്പ് നടത്താറുണ്ട്. എന്ത് നറുക്കെടുപ്പ്? ഈ പലിശ തരുന്നവരുടെ എല്ലാം കൂടെ ലിസ്റ്റ് എഴുതി നറുക്കെടുക്കും. അതിന് വിജയിക്കുന്നവർക്ക് ഞങ്ങളുടെ സമ്മാനം കൊടുക്കും, അതും വില പിടിച്ച സമ്മാനം. അപ്പൊ അത് കൈമാറാൻ വന്നതാ. ഭാഗ്യവശാൽ ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അമ്പിളിക്കുട്ടനാണ്. അപ്പൊ ആ സമ്മാനം ഒന്ന് കൈമാറാൻ വന്നതാ. അല്ല, ഇതിപ്പോ എന്തിനാ എങ്ങനെ ചെയ്യുന്ന നിങ്ങള്? പലിശ തരുന്നവർക്കൊരു പ്രോത്സാഹനം ആകണമല്ലോ. ഒടുക്കത്തെ ബുദ്ധി തന്നെ. എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പലിശ കമ്പനി ഇങ്ങനൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ സമ്മാനം അങ്ങോട്ട് വാങ്ങിച്ചാട്ടെ. എന്താട്ടെ? അയ്യോ, അച്ഛനല്ല, അതായത് അമ്പിളിക്കുട്ടനാണല്ലോ അടിച്ചിരിക്കുന്നത്. അപ്പൊ അമ്പിളിക്കുട്ടന്റെ നോമിനിയാണ് അത് വാങ്ങിക്കേണ്ടത്. നോമിനി ഷാഹിനിയല്ലേ, അപ്പൊ ഷാഹിനിയാണ് ഇത് വാങ്ങിക്കേണ്ടത്. വാങ്ങിച്ചാട്ടെ. എനിക്കൊന്നും വേണ്ട. വില പിടിച്ച സമ്മാനമാണ് കുട്ടി, വാങ്ങിക്കൂ. അച്ഛ, എനിക്കൊന്നും വേണ്ട സമ്മാനം. വാങ്ങിച്ച മോളെ, വാങ്ങിച്ച മോളെ, ഇമാതിരി പലിശക്കാരെടുത്തുന്നേ ഇപ്പോഴേ വല്ലതും കിട്ടുള്ളൂ. അല്ല മാമ, എനിക്കിതൊന്നും വേണ്ട. ഈ വാങ്ങിച്ചോ, വെറുതെ തരുന്നല്ലേ. കുട്ടി വാങ്ങിക്കൂ, അതും വില പിടിച്ച സമ്മാനം. വാങ്ങിച്ചു മക്കളെ വാങ്ങിക്കൂ കുട്ടി. ഇങ്ങോട്ട് നീങ്ങിക്കൂ. വരൂ അടുത്തേക്ക്. വാങ്ങിച്ചോ, കൈയടിക്കണേ. വാങ്ങിച്ചോ, കൈയടിക്കട്ടെ. തുറന്നു നോക്കൂ, തുറക്കൂ. അയ്യേ, ഇതെന്തോന്നാ? മോതിരം. നോക്കട്ടെ. ഡയമണ്ടാ? 1/2 ഗ്രാം വെള്ളി. വെള്ളിയുടെ മോതിരോ? വെള്ളി. അയ്യോ, ഇവിടെ വർത്താനം കേട്ടപ്പോ ഞാൻ വിചാരിച്ചാണ്ട് കൂടിയ സാധനം വല്ലതും ആയിരിക്കുമെന്ന്. വെള്ളിയാ? അതെ, എനിക്ക് ഈ സമ്മാനമൊന്നും വേണ്ട. അല്ല, കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചു വാങ്ങിച്ചൂടാ, അത് കമ്പനിയുടെ പോളിസിയാ. അച്ഛാ, എനിക്കിതൊന്നും വേണ്ട. കുട്ടി വെച്ചോളൂ. അതെ, നിങ്ങൾ ഇതുകൊണ്ട് വല്ല പാവപ്പെട്ടവർക്ക് കൊടുക്ക്. കൊട്ടിലപ്പാട്ട് ബലരാമൻ പകാന്ന് എഴുതിയിട്ട്. വേണ്ട, എന്റെ പേരെന്തോ എഴുതി കൊടുക്കല്ലേ വെള്ളി മോതിരം. എനിക്ക് നടക്കണത്. ഇത് പിടിച്ചേ, എനിക്ക് വേണ്ട. അല്ല, വെള്ളി മോതിരം. മനുഷ്യന്മാരെ കളിയാക്കാൻ ഇറങ്ങിയതല്ലേ? എന്നാ ശരി, കിട്ടാ. വേറെ വിശേഷം ഇല്ലല്ലോ. അതാ പൊക്കോ. എന്തോ ചെയ്യാനാ? സക്സസ് ആയാ? സക്സസ് ആയോ എന്നൊരു സംശയം. എന്താ? അവള് വാങ്ങിച്ചില്ലടാ. അപ്പൊ സക്സസ് ആയില്ല. എന്റെ പൊന്നു മുതലാളി, വെള്ളി മോതിരം കൊടുത്താലൊന്നും പെണ്ണ് വീഴൂല. പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ചുരുങ്ങിയത് 1 പവന്റെങ്കിലും സ്വർണം കൊടുക്കണമെന്ന്. സ്വർണ്ണോ? അത് 1 പവന്? എന്റെ മുതലാളി സ്വന്തം പ്രണയിനിക്ക് വേണ്ടി താജ്മഹൽ വരെ പണിത ഷാജഹാന്റെ നാടായത്. മണ്ടന്മാരൊന്നും അല്ല. പ്രണയം വിജയിക്കണമെങ്കിലല്ല, നല്ലോണം ചോള ഇറക്കണം. ചോള. എടാ, ചോള ഇറക്കാതെ എന്റെ പ്രണയം അവളോട് എങ്ങനെ പറയാം എന്നുള്ള വല്ല ആലോചിക്കും ഉണ്ടോ? ചോള ഇറക്കാതെ അവളോട് എങ്ങനെ പ്രണയം പറയാം? വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലേ? വാ, ആലോചിക്കാം. മുതലാളി എന്തിനാ ഇങ്ങനെ പേടിക്കണേ? പേടിയല്ലടാ, പിന്നെ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോ ഒരു എന്റെ മുതലാളി പ്രേമത്തിന് കയ്യും കാലും പ്രായമൊന്നും ഇല്ല. അവൾ വരുമ്പോ മുതലാളി ഇതങ്ങ് കൊടുത്താൽ മതിയോ? പിന്നെ എന്നാലും ഒരെന്നാലും ഇല്ല. മുതലാളിക്ക് പറയാനുള്ളതൊക്കെ ഇതിൽ എഴുതിയിട്ടില്ലേ? ഉണ്ട്. ഇതങ്ങ് കൊടുത്താൽ മതി. ഓക്കെയാണ്. നമുക്കൊരു മെസ്സേജ് അയച്ചാൽ ഇതെല്ലാം കളഞ്ഞ് ഫോണിലൊക്കെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? പ്രേമത്തിന്റെ ആ ഒരു സീരിയസ്നെസ്, അതായത് ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ എഴുത്തിലൂടെ തന്നെ വേണം. മനസ്സിലായോ? മനോരേട്ടാ, വേണ്ട വേണ്ട, അതിനുള്ള പൈസയൊക്കെ ഞാൻ പിരിച്ചതാ. ഇനി മറ്റേ സുഭാഷ് നഗർ ഇല്ലേ, അവിടെ പോയാ മതി. കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുകൊടുക്കണം. പിന്നെ അല്ലാതെ
അവരെ വീട്ടിലാരെങ്കിലും കാണുമോ? എന്റെ പൊന്നു മുതലാളി ഇങ്ങനെ പേടിക്കല്ലേ, ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം, ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചാലോ? എന്തെങ്കിലും ചെയ്തൊന്ന് കൊടുക്ക്. അതാണല്ലോ, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. നീ അപ്പുറത്തോട്ട് മാറിയിക്ക്. ഞാൻ മാറി. അവിടെ പോകുമ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോന്നും കൂടെ ഒന്ന് തിരക്കേക്കണേ. ആ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ഒറ്റയ്ക്കൊന്ന് ഓടിച്ച് നോക്കിയാലോ? എന്താ? എന്തിനാ? പ്ലീസ് എന്താ? എന്താ? ഇത് വാങ്ങിച്ചു. അയ്യേ, ഇതെന്താ? അല്ല, ഇത് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പലിശയുടെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇതൊന്നും എനിക്ക് വേണ്ട. അല്ല, കുഴപ്പമില്ല, മലയാളം വായിച്ചു. വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ പോവാം. നിക്ക്. എന്നാ പിന്നെ പലിശയുടെ കാര്യം പറയാനുണ്ടോ? എനിക്ക് പലിശ മൊത്തം എനിക്കിപ്പോ കിട്ടണം. ഇപ്പൊ തരുന്ന എങ്ങനെയാ? ഞാൻ തരാന്ന് പറഞ്ഞല്ലേ. പലിശ കിട്ടിയില്ലെങ്കിൽ ഈ കത്ത് വാങ്ങിക്കണം. അതെ, വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്നാ ഞാൻ വിളിച്ചു പോവും. ഞാൻ പോവാ. പോലെ അയ്യോ, ഷാഹിന, എന്താ മോളെ? എന്താ അമ്മ? എന്താ നിനക്കൊരു വല്ലായ്മ പോലെ? വല്ലായ്മ പോലെയോ? ആ, ഒന്നുമില്ലല്ലോ. ക്ഷീണമുണ്ടോ? ആ, അതോ, ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചിട്ട് വന്നല്ലേ അമ്മ, അതിന്റെ ക്ഷീണമാ. ആ, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നന്നായി പോണ്ട? നീ പഠിച്ചിട്ട് വേണം നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ. അതിനെന്താ അമ്മ, പഠിച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് ഒരുമിച്ച് കുളുമണാലി വരെ പോവാം. ഓ, കുളുമണാലി അതൊന്നും വേണ്ട, അവിടെ ഭയങ്കര തണുപ്പാ. നമുക്ക് ഇവിടെയൊക്കെ കറങ്ങിയാ മതി. അമ്മ എവിടെ പറയുന്ന അവിടെ ഒക്കെ പോവാ. വേഗം പഠിച്ചോ. ഓ, വാങ്ങിച്ചാ അവള് വാങ്ങിച്ചില്ലടാ. വാങ്ങിച്ചില്ല. ഇയാളെ പിന്നെ എന്നാ പിണ്ണാക്കണ്ടാക്കാൻ പോയത്? സുരേ. സുര തന്നെ. ബാക്കിയുള്ളവൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി പ്രേമലേഖനം എഴുതി അതിന്റെ മുകളിൽ ഒരു റോസാപ്പൂവും പിൻ ചെയ്ത് വെച്ചിട്ട് അത് കൊടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ, എടാ, ഇപ്പൊ നമ്മൾ ഒരാടെ നിന്ന് പലിശ മേടിക്കാൻ ചെല്ലുമ്പോൾ രണ്ടെണ്ണം കൊടുത്തിട്ട് അവൻ്റെ നിന്ന് പലിശ മേടിക്കാം. അതുകൊണ്ടൊക്കെ ഇപ്പൊ 2 അടി കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ആരെങ്കിലും കുത്തിപ്പിടിച്ച് പലിശ മേടിക്കുന്ന പരിപാടി മാത്രമേ അറിയത്തുള്ളൂ. നിനക്കങ്ങനെ പറയാം? അവിടെ ചെന്ന് നിന്നപ്പോ എന്റെ കയ്യും കാലും മറച്ചിട്ട് എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു. കയ്യും കാലും പറിച്ചിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. എടാ, എനിക്ക് തോന്നുന്നേ ഇപ്പൊ അവളുടെ വീട്ടിലായതുകൊണ്ടേ നമ്മൾ ഈ കൊടുക്കുന്ന ആരെങ്കിലും കാണുമോന്ന് പേടിച്ച് അവള് വാങ്ങിക്കാതിരുന്നാണെങ്കിലോ? ചിലപ്പോ അങ്ങനെയും ആകാം. ആയിരിക്കും. ഇപ്പൊ എങ്ങനെയാടാ ഇത് അവളുടെ കയ്യിലൊന്ന് എത്തിക്കുന്നേ? അത് ഒരു പഴയ പരിപാടിയാണ്. നിന്റെ ഇന്നല്ലേ? അതാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പറ. റോക്കറ്റ് ഉണ്ടാക്കാൻ അറിയോ? സീതൻ, എന്താ നാത്തൂനെ? ഈ വീട്ടിൽ ചിലരുടെ ഒക്കെ സ്വഭാവം മോശമായി തുടങ്ങിയിട്ടുണ്ട്. ഓ, അത് പണ്ടേ സ്വഭാവം മോശമായിട്ടുള്ളവർക്കേ അങ്ങനെ പലതും തോന്നും. എടി, നീ കാര്യം എന്താണെന്ന് അറിയാതെ വെറുതെ എന്നോട് മെക്കിട്ട് കയറി വരരുത് കേട്ടോ. എന്ത് കാര്യം? തമ്മി തല്ലിക്കാനുള്ള എന്തെങ്കിലും വക ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. അതെ, ആണെങ്കിൽ എന്താ? ഞാനിവിടെ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, ഇല്ലാത്തോ പറയാത്ത ഒരു പൊന്നുമോള്. അയ്യോ, രാവിലെ തന്നെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാം. നീ പറയണി, നീ നിന്റെ കൂടെ പറയാകട്ടെ. കാര്യം പറയാൻ വന്നിരിക്കുന്നു. നിങ്ങൾ അങ്ങ് തുടങ്ങിയോ? തുടങ്ങിയല്ലോ. ഒരു പരിപാടി തുടങ്ങുമ്പോ എന്നെ കൂടെ വിളിക്കണ്ടേ? അല്ല, ഇന്നത്തെ വിഷയം എന്താ? അങ്ങോട്ട് ചോദിക്കേ. എന്താ വിഷയം? വിഷയം ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞോളാം. ഇനിയിപ്പോ എന്നെ മെക്കിട്ട് കയറിക്കും. അയ്യോ, ഞാൻ ആരോടും മെക്കിട്ട് കയറാൻ വന്നതല്ല. എന്റെ അമ്പിളി മോൻ പോയതിനു ശേഷം ഇവക്കൊരുമാതിരി ആണുങ്ങളെ കാണുമ്പോ ഒരുമാതിരി കൊഞ്ചലും കുഴച്ചിലും കുറുകലും കാണുന്നുണ്ട്. അയ്യോ, അപ്പച്ചി എന്തൊക്കെയാ പറയുന്നേ? എന്താ പറയുന്നെന്നോ? എടി, ആ വീടിന്റെ മുമ്പിൽ നിന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ഒരുത്തിനുമായിട്ട് നീ കുണുങ്ങുന്നും ചിരിക്കുന്നതും കുഴയുന്നൊക്കെ ഞാൻ കണ്ട്. എടി, ആരാടി കൂളിംഗ് ഗ്ലാസ് വെച്ച ഏതവനോടെ നീ കുടുങ്ങിയത്? എന്റെ ഉമ്മ, അതാ പലിശക്കാരൻ കിട്ടണ അമ്പിളിക്ക് പൈസ കൊടുക്കാനില്ല അയാള്. അവനോട് നീ എന്തിനാ കുടുങ്ങിയത്? ഞാൻ കുടുങ്ങിയിട്ടൊന്നുമില്ല. അവള് കുടുങ്ങിയിട്ടൊന്നുമില്ല. നീ കണ്ടോ? എടി, എന്റെ അമ്പിളി മോനെ കടക്കണിയിലാക്കിയ ഇവനുമായിട്ടാണ് ഇവളുടെ കൂട്ട്. മനസ്സിലായോ? എന്റെ മോളെ എന്തെങ്കിലും പറഞ്ഞ ഞാൻ ചവിട്ടിക്കൂട്ടി കുളത്തിനകത്തിക്കൊണ്ട് പാത്തുകളെ. എന്നാ നമുക്ക് കുളത്തിൽ വെച്ച് കാണാം. അവിടെ വെച്ച് കാണാം. സുലു പറഞ്ഞ പോലെ അല്ല, ഞാനത് ചെയ്യും കേട്ടോ. ഭയങ്കര സാധനല്ലേ? ഇങ്ങോട്ട് വാ.
പല അനുഭവം നിനക്കൊണ്ടേ. ഉണ്ട്. എന്ത് അനുഭവം? നിന്നോട് വിസ്തരിക്കുന്നത് വിസ്തരിക്കണം. വേണ്ട, വിരല് ചൂണ്ടരുത്. വിരല് ചൂണ്ടി പറയാനടങ്ങി നിക്ക്. എന്റെ അപ്പച്ചി ഒന്ന് നിർത്ത്, ഞാൻ പറഞ്ഞല്ലോ അത് ആരാന്ന്. നീ അങ്ങനെ ഓരോ പ്രാവശ്യം മാറി മാറി പറയുമല്ലോ. അയ്യോ ഒന്ന് നിർത്ത്. എത്ര സമയമായത് നിങ്ങൾ ഇവിടെ കിടന്ന് ഓരോന്ന് വിളിച്ചു പോകുന്നതേ? ചുറ്റുമുള്ള നാട്ടുകാർ കേൾക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണം. കൂടെ അത് നിന്റെ പെമ്പർന്നോട് പറഞ്ഞ് മനസ്സിലാക്കടാ, എന്നോടല്ല. ഞാൻ എന്റെ പെമ്പർന്നോത്തിയോടാ പറഞ്ഞത്. എന്നോടാണോ പറഞ്ഞത്? എന്നാ എനിക്ക് അറിവ് ഉപദേശം കേൾക്കണ്ട. സുലു ചുലു സ്വന്തം മോളെ ഇവർ എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാൻ വെക്കേ. എന്റെ സുലു തലയ്ക്ക് വെളിവില്ലാത്ത ഈ ഓരോന്ന് പറഞ്ഞു. എന്റെ കൈക്ക് വേറെ പണി ഉണ്ടാക്കരുത് കേട്ടോ. ബാലാമണിയെന്നൊക്കെ ശരിക്കറിയത്തില്ല. എന്റെ ഒരു മുഖമേ നീ കണ്ടിട്ടുള്ളൂ. ഞാൻ ഈ ഫോണിന്ന് എടുത്തോട്ടെ. ഹലോ ഹലോ, എന്നാ മനോഹരേട്ടാ? നമ്മളിവിടെ സംസാരിച്ചോണ്ട് നിന്നപ്പം അവള് ഫോണുമായിട്ട് പോയത് കണ്ടോ? അവക്ക് ഇവിടെ നിന്ന് സംസാരിച്ചതന്നെ കുഴപ്പം. അപ്പം ഇതിനകത്ത് എന്തോ രഹസ്യം ഉണ്ട്. അത് കളയല്ലേടാ. പെട്ടെന്ന് ഇതുവരെ പറഞ്ഞോക്ക് ഞാൻ സമ്മതിച്ചു. അങ്ങനെ തന്നെ ചെയ്താ മതി. ശരി. കാണുന്നില്ലല്ലോടാ. ആക്രാന്തം കാണിക്കില്ല വരും. ഹലോ ഹലോ ഹലോ, വെക്കല്ലേ മനോഹരേട്ടാ. അതെ, നമ്മുടെ മറ്റേ മഹാത്മാ റോഡിലുള്ള ആന്റണി ചേട്ടനില്ലേ, അവര് കംപ്ലൈന്റ് വന്നിട്ട് 2 ദിവസമായല്ലോ. ഇത് മനോഹരേട്ടൻ പോയില്ലേ ഇതുവരെ? വെറുതെ എന്തിനാ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മുടെ നല്ല കസ്റ്റമേഴ്സിനെ കളയുന്നേ? എന്ത് തിരക്ക്? ഇതിപ്പോ പൈസ തരാത്ത ആരുടെങ്കിലും വീടായിരുന്നേ കറക്റ്റ് ആയിട്ട് പോയി കംപ്ലൈന്റ് ഒക്കെ പരിഹരിച്ചേനെ. എന്തെന്ന് പിന്നെ ഞാൻ പോയിട്ട് പോസ്റ്റ് കയറണമെന്നാണോ ഈ പറയുന്നേ? മനോഹരേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ അമ്പിളിക്കല്ല കേബിൾ ഓഫീസ് നോക്കുന്നത്, ഞാനാ. ഈ പണിയൊന്നും പറ്റത്തില്ലെങ്കിലേ നിർത്തിയിട്ട് പൊക്കോ, അതായിരിക്കും നല്ലത്. പറയുന്ന മനസ്സിലാവുന്നില്ലേ? ആ വീട്ടിലൊന്ന് ആദ്യം കേറ്. അവരെന്താ കംപ്ലൈന്റ് പറയുന്നതെന്നൊന്ന് നോക്ക്. അതൊന്ന് ചെയ്തു കൊടുത്താൽ എന്ത് പറ്റാനാ? അയ്യോ, ആ തള്ള. കറക്റ്റ് ഉന്നം. ചേരേണ്ടതേ ചേരൂ. എന്താണ് അപ്പച്ചി പേപ്പറൊക്കെ ആയിട്ട്? നാടകം എഴുതാനുള്ള പരിപാടി വല്ല ആണോ ഇനി? എടാ, എന്റെ കണ്ണ് തീരെ പിടിക്കുന്നില്ല. നീ ഇതൊന്ന് വായിച്ചേ. എന്താ അത്? വായിക്കേ. എടാ, മനസ്സിൽ വായിക്കാതെ ഉറക്കം വായിക്കേ, എനിക്ക് കേൾക്കണം. എന്റെ പ്രിയേ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എന്റെ കൽബിൽ പ്രിയതമയെ കൊണ്ട് നടക്കുകയാണ്. എന്റെ പ്രിയതമ ഇല്ലാതെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രിയതമയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ സർവ്വത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ജാതി, മതം എല്ലാം. എനിക്ക് എൻ്റെ പ്രിയതമയോടൊത്ത് ജീവിക്കുകയും മരിക്കുകയും വേണം എന്ന് പ്രിയയുടെ സ്വന്തം എന്തിനാ തല്ലുന്നത്? എടാ, കാര്യം എനിക്ക് സൗന്ദര്യം കുറച്ച് കൂടുതലുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ എനിക്ക് പ്രായം എത്രയുണ്ടോ അതിന്റെ വിചാരം. അപ്പച്ചി, ഇത് ഞാനല്ല എഴുതിയത്. അപ്പച്ചിയല്ലേ എനിക്ക് കൈ തന്നപ്പോ. ആരെഴുതിയാലും എനിക്ക് ഇതേ ഇപ്പൊ ചെയ്യാനുള്ളൂ. അപ്പച്ചിക്ക് ഇതെടുന്ന കിട്ടിയേ? ഞാനിവിടെ വന്നപ്പോ ഇങ്ങോട്ട് പറന്നു വീണോ? ആര് പറത്തി വിട്ട്? ആര് പറത്തി വിട്ടെന്ന് ഞാനെങ്ങനെ അറിയുന്നത്? എന്റെ പൊന്നേ. സീതേച്ചി, എന്താ വാടിയിരിക്കുന്നേ? എനിക്കങ്ങനെ വാട്ടമൊന്നുമില്ലല്ലോ സുലു. അയ്യോ, സീതേച്ചി വാടിയെന്നല്ല ഞാൻ പറഞ്ഞേ. ഈ ചീര എന്താ വാടിയിരിക്കുന്നേന്ന്. അതെ, ഇന്നലെ ഉച്ചക്ക് പറിച്ചതാ. നല്ല വെയിലല്ലായിരുന്നോ, അതാ വാടിപ്പോയെ. ഈ ചീര വാടാതിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. എന്തുവാ? നമ്മൾ ഈ ചീര പറിച്ചിട്ട് മണ്ണിനകത്തിൽ അങ്ങ് കുഴിച്ചു വെക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ വാടത്തേ ഇല്ല. എന്നാ പിന്നെ അത് പറിക്കാതിരുന്നാ പോരെ? അത് ശരിയാണല്ലോ. അയ്യോ, എനിക്ക് അത്രയും ബുദ്ധി പോയില്ല സീതേച്ചി. കൊള്ളാം സുലു. അല്ല, സമയത്തിന് പറിച്ചാ മതി സീതേച്ചി. ഇത് ഞാൻ എന്തെടുക്കണോ? അത് നമുക്ക് തോരൻ വെക്കാം. തോരൻ വെക്കാം. ഇലയൊക്കെ ഒന്ന് അടർത്തി എടുത്താൽ മതി. പുഴു ഉണ്ടോന്നൊക്കെ നോക്കിട്ട്.
ഇത് മെഴുക്കുവരട്ടിയും വെക്കാം. ബീൻസേ. ബീൻസ് മെഴുക്കുവരട്ടി. മീനുണ്ടോ? മീനുണ്ട്. മീൻ കറി ആയി. മീനില്ലാതെ എനിക്ക് അങ്ങോട്ട് ഇറങ്ങത്തില്ലതാ. ഇവിടെ ബലരാമേട്ടനും അതെ മീൻ. സീതേ, എന്താ നാത്തൂനെ? ഇടി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകാൻ പോവാണെന്ന്. ഈ അപ്പച്ചയുടെ വട്ടി ഇതുവരെ മാറിയില്ലേ? സീത ഇവിടെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇവിടെ തലയ്ക്ക് ഞാൻ ഓലൊക്കെ വെച്ചടിക്കും. പിന്നെ അപ്പച്ച എന്നെ ഒലക്ക വെച്ചടിക്കുമ്പോ എന്റെ കയ്യിൽ എന്താ പുളിഞ്ചിമാങ്ങ പറിക്കാൻ പോകും. കാണാം. ഒന്ന് നിർത്തിക്കേ. എന്താ നാത്തൂനെ? എന്താ കാര്യം പറ. അതെ, എനിക്കൊരു ലവ് ലെറ്റർ കിട്ടി. എന്തോന്നാ? എനിക്കൊരു ലവ് ലെറ്റർ കിട്ടിയെന്ന്.